നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വെറുതെ നമ്മൾ ചിന്തിച്ചാൽ, ഒരു 5 കാര്യം വെറുതെ ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രതിഫലം കിട്ടും. വെറുതെ ചിന്തിച്ചാൽ മതി. ഏതൊക്കെയാണ് ആ വെറുതെ ചിന്തിച്ചാൽ, മനസ്സിൽ വെറുതെ ഒന്ന് കരുതിയാൽ കിട്ടുന്ന ആ 5 പ്രതിഫലമുള്ള കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഇന്നു മുതൽ ജീവിതത്തിൽ നിത്യമാക്കാൻ ഒരു 3 ദുആ പഠിപ്പിച്ചു തരാം. ഒരു 3 ദുആ, നമുക്ക് അറിയാവുന്ന ദുആയാണ്, പക്ഷെ അതിൻ്റെ പ്രതിഫലം ഏറെയാണ്. ഒരു 3 ദുആ നിത്യമായി കൊണ്ടുപോകാനുള്ള ഒരു 3 പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ്. അതെപ്പോഴാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാർ, സഹോദരങ്ങൾ, അൽഹംദുലില്ലാ അവരൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നു. ഉസ്താദെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങൾക്ക് സംശയങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുടെ സംശയങ്ങൾ തീർന്നു എന്നൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുആ വസിയത്തുകൾ പറയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾക്ക് അല്ലാഹു തആല പരിഹാരം ഈ ഒരു ഇൽമിൻ്റെ മജ്ലിസിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ കൈ കെട്ടിയാൽ എത്രയോ ചിന്തകളാവരുത്. നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഒരുപക്ഷെ ഓർക്കുന്നത് നിസ്കാരത്തിലായിരിക്കും. നിസ്കാരത്തിന് കൈ കെട്ടിയാൽ പിന്നെ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വരും. പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യം പലപ്പോഴും മറന്നു. നിസ്കാരത്തിൽ എത്രാമത്തെ റക്അത്താണെന്നോ അല്ലെങ്കിൽ സൂറത്തോതിയോ ആയത്തോതിയോ എന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു, വീടിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം, കച്ചവടത്തിൻ്റെ കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഈ ചിന്തിക്കുന്ന, മനസ്സിൽ ചിന്തിക്കുന്ന പല ചിന്തകളും ചിലപ്പോൾ തെറ്റായ ചിന്തകളാവാം, ചിലപ്പോൾ നന്മയുള്ള ചിന്തകളും ഉണ്ടാവാം. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നമ്മൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടുന്നതാണ്. നമ്മൾ മനസ്സിൽ വെറുതെ ചിന്തിച്ചാൽ തന്നെ ഈ 5 കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലമുണ്ട്. ഏതൊക്കെയാണ് 5 കാര്യങ്ങളെന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ശാരീരികമായി ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് പ്രതിഫലം വാങ്ങിച്ചു തരുന്ന 5 കാര്യങ്ങൾ. ഈ 5 കാര്യം വെറുതെ ഓർത്താൽ തന്നെ എന്താണ്, നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലമാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നു, ഒന്നാമത്തേത്, നന്മ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുക. നന്മ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുകയും ആ നന്മ അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, എന്നാൽ അവനിക്ക് പ്രതിഫലം ഉണ്ട്. വെറുതെ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കോ നമ്മുടെ മൊബൈൽ എടുത്തു നോക്കിയാൽ ഒരുപാട് ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കണം, ഇന്നാൾക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറാണ്, കിഡ്നിക്ക് പ്രോബ്ലമാണ്, കരളിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രോഗികളായ ആളുകളുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ടാകും, ഇതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സഹായം എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് റബ്ബായ റഹ്മാനായ നാഥൻ അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇദ്ദേഹത്തിന് ഒരു 100 രൂപ അയച്ചു കൊടുക്കണം. നമ്മളങ്ങനെ വിചാരിച്ചു മനസ്സിൽ, ഇൻഷാ അല്ലാഹ് ഒരു 100 രൂപ അയച്ചു കൊടുക്കണം. നമ്മളങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ മറ്റു ഗ്രൂപ്പുകളിൽ കയറി വേറെ മെസ്സേജുകൾ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സത്യത്തിൽ അത് മറന്നുപോയി.
നമ്മൾ ആ 100 രൂപ അയച്ചു കൊടുക്കുന്ന കാര്യം മറന്നുപോയി. നമ്മൾ ആ മെസ്സേജ് വായിച്ചപ്പോൾ മനസ്സിലുണ്ടായിരുന്നു എന്ത്, ആ 100 രൂപ ഒന്ന് അയച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിൽ അത് കൊണ്ടുവന്നു, മനസ്സിൽ ഉദ്ദേശിച്ചു, മനസ്സിൽ നമ്മൾ കരുതി, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് ആ ഒരു മനസ്സിൽ നമ്മൾ ഇയാൾക്കൊരു 100 രൂപ കൊടുക്കണമെന്ന് ചിന്തിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വമ്പൻ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. മനസ്സിൽ വെറുതെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ കണ്ടാൽ അയാൾക്കൊരു 10 രൂപ കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിൽ വെറുതെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലമാണ്. അപ്പോൾ എത്രമാത്രം പ്രതിഫലം നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. വെറുതെ അങ്ങനെ ചിന്തിച്ച് കൂട്ടരുത് കേട്ടോ. ചിലപ്പോൾ ഒരു പാവപ്പെട്ടവൻ അവനിക്കൊരു 10 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഒരാളെ കണ്ടാൽ അയാൾക്കൊരു വീട് വേണത് കൊടുക്കണം, അങ്ങനെ വെറുതെ നമ്മൾ കളിയാക്കുന്ന രൂപത്തിലല്ല ചിന്തിക്കേണ്ടത്. മനസ്സറിഞ്ഞ് ഒരു ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അള്ളാഹ് കുറച്ച് പൈസ ഇയാൾക്ക് കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലമാണ്. അത് കൊടുത്താൽ വമ്പൻ പ്രതിഫലം, ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും രൂപത്തിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ നീയത്ത് മനസ്സിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇൻഷാ അള്ളാഹ് അതിന് പ്രതിഫലം അള്ളാഹു താല നൽകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദിക്റുൽ മൗത്ത്, മരണസ്മരണ ഉണ്ടാവുക. മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഞാൻ മരിക്കേണ്ടവനാണല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പടച്ചോനെ ഖബറിൽ ഞാൻ രക്ഷപ്പെടുമോ അതോ പരാജയപ്പെടുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടവനാകാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തിന്മകളാണ് ചെയ്തത്, ആ തിന്മകൾ ഞാൻ തിരുത്തേണ്ടതല്ലേ? ഞാൻ നന്മ ഒരുപാട് ചെയ്തിട്ടില്ലല്ലോ, നന്മ ചെയ്യണമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെറുതെ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമാണ്. വെറുതെ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമാണ്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഈ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധ മാറിപ്പോകുന്നു. അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല. ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നിട്ട് അവനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ അവൻ 3 കാര്യം ഓർക്കണം. ഒന്ന് അവൻ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്. അവൻ്റെ മുന്നിൽ അള്ളാഹ് നിൽക്കുന്നുണ്ട്. പുറകിൽ ആര് നിൽക്കുന്നുണ്ട്? അസ്രായീൽ നിൽക്കുന്നുണ്ട്. അതായത് നിസ്കാരത്തിന് ശേഷം അസ്രായേൽ മുന്നോട്ട് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കും. നിസ്കാരം കഴിഞ്ഞാൽ മരിക്കും. അതുകൊണ്ട് എന്താണ്, നല്ല രൂപത്തിൽ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റും. എൻ്റെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഉടൻ മരിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതുഭാഗത്ത് നരകമുണ്ട്, ഞാൻ ഈ നിസ്കാരത്തിൽ അശ്രദ്ധമായി പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ നമുക്ക് എന്താണ്, വലിയ പ്രതിഫലമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മരണസ്മരണ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലോ ഞാൻ മരിക്കുമല്ലോ അങ്ങനെ ചിന്തിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എന്തെങ്കിലും ഒരു മോശത്തരം, ഒരു തിന്മ ചെയ്യാൻ പോയാൽ പടച്ചോനെ ഞാൻ മരിക്കേണ്ടവനാണല്ലോ, ഈ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ വളരെയധികം പ്രയാസമാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ചില വസ്തുക്കളിൽ അഴുക്കായാൽ നമുക്കത് വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പശയോ അല്ലെങ്കിൽ എന്തെങ്കിലും മഷിയൊക്കെ വന്നാൽ നമ്മളത് കഴുകിക്കളയും. എന്നിട്ടും പോയില്ല എങ്കിൽ നമ്മൾ ഈ മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുപോലുള്ള വസ്തുക്കൾ ഉരച്ച് കഴുകാറുണ്ട്. ഇനി എന്തെങ്കിലും അഴുക്കായാൽ നമ്മൾ സോപ്പിട്ട് കഴുകാറുണ്ട്. വസ്ത്രത്തിൽ അഴുക്കായാൽ നമ്മൾ സോപ്പ് പൊടി ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട്. എന്നാൽ നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അഴുക്കുകളെ കളയാനുള്ള 2 മരുന്നുകൾ, ഹൃദയത്തിൻ്റെ അഴുക്കുകളെ കളയാൻ 2 മരുന്ന്, ഒന്ന് ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത്തേത് ദിക്റുൽ മൗത്ത്, മരണസ്മരണ ഉണ്ടാവുക എന്നതാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം 25 പ്രാവശ്യം മരണത്തെപ്പറ്റി ഓർക്കുന്നു. അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവനാണല്ലോ പടച്ച റബ്ബേ എന്ന് ഒരാൾ 25 പ്രാവശ്യം ഒരു ദിവസം ഓർത്തു കഴിഞ്ഞാൽ അവൻ അവൻ ശുഹദാക്കളോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിൽ ഉണ്ടാവുക എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ദിക്റുന്നാർ, നരകസ്മരണ, നരകത്തെ പറ്റി വെറുതെ ഒന്ന് ചിന്തിക്കുക മനസ്സിൽ. ഒരു ദിവസം വെറുതെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട് പറച്ചോനെ ഈ നരകമൊക്കെ എങ്ങനെയായിരിക്കും, ഞാൻ നരകത്തിലേക്ക് പോവോ, ഞാൻ സ്വർഗത്തിലാവോ, ഈ നരകത്തിൽ കിടക്കുന്ന പ്രവൃത്തിയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് വെറുതെ ചിന്തിച്ചാൽ തന്നെ നമുക്കെന്താണ്, വലിയ പ്രതിഫലമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ദക്കർത്തുന്നാറ ഫബക്കൈതു. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ മറ്റൊരു സ്വഹാബി വനിത വന്ന് ചോദിച്ചു, എന്താ ആയിഷ, എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായോ,
എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണോ കരയുന്നത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്നാണ്, ദക്കർതു നാറ ഫബക്കൈതു, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ നരകത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു പോയി. അത് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷമം വന്നിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയും. നമ്മളിപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഉമ്മമാർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് ചിന്തിക്കുക, പടച്ചോനെ ഞാൻ ഈ സമയത്തെങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ മക്കൾ അനാഥമാകുമല്ലോ, പിന്നെ എൻ്റെ കുടുംബത്തെ ആര് നോക്കും? അതിനേക്കാൾ ഉപരിയായി ചിന്തിക്കേണ്ടത്, മരണത്തെപ്പറ്റി നമ്മൾ ഓർക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട, റബ്ബേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ആ ഒരു ചിന്ത കൊണ്ടുവരണമെന്നാണ്. ആ ഒരു ചിന്ത കൊണ്ടുവരണം. അപ്പോൾ നരകത്തെ പറ്റി ഓർക്കുക, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ നമ്മൾ പരമാവധി അധികരിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ ചെയ്യേണ്ട ദുആ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അപ്പോൾ നമ്മൾ എത്ര കാര്യം പറഞ്ഞു? ഒന്നാമത്തേത് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക, രണ്ടാമത്തേത് മരണത്തെപ്പറ്റി ഓർക്കുക, മൂന്നാമത്തേത് നരകത്തെപ്പറ്റി ഓർക്കുക. ഇനി നാലാമതായി പറയാനുള്ളത് ദിക്റുൽ ഖബർ, അതായത് ഖബറിനെ പറ്റി ഒന്ന് ഓർക്കുക. ഖബറിനെ പറ്റി ഓർക്കുക. അതായത് നമ്മളിപ്പോൾ ഈ മയ്യത്ത് അടക്കാനൊക്കെ ഖബറിലേക്ക് കൊണ്ടുവരും. പല ആളുകളും ഇങ്ങനെ അവിടെ വന്നിരുന്ന് ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തും ഫോണിൽ കളിച്ചുകൊണ്ട് തമാശ പറയുന്ന എത്രയോ ആളുകളുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബേ ഞാനും ഒക്കെ ഇവിടെ പോയി കിടക്കേണ്ടതാണല്ലോ, ഒറ്റക്ക് കിടക്കും, ചുറ്റും ആരുമില്ല അല്ലേ, ചുറ്റും ഇടുങ്ങിയ ഖബറാൻ, ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും കിടക്കാൻ പറ്റൂല. റബ്ബേ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ മുകളിൽ മണ്ണാണ്, താഴെ മണ്ണ് വാരിയിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ സൈഡുകളിലൊക്കെ മണ്ണാണല്ലോ. അല്ലാ ഞാൻ ആ സമയത്ത് ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഒരു മരണത്തെ പറ്റിയുള്ള ചിന്ത, അതുപോലെ ഖബറിനെ പറ്റിയുള്ള ചിന്ത, അതുപോലെ തന്നെ നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞ് പോയി കിടക്കേണ്ട ഖബറാകുന്ന ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നരകത്തെ പറ്റിയുള്ള ചിന്ത, ഇതൊക്കെ നമ്മൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ വലിയ പ്രതിഫലമാണ്. ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുന്ന ഒരു വിളിയാളമുണ്ട്. എന്ത്? അന ബൈത്തുൽ ദുൽമ, അന ബൈത്തുൽ ദീദാൻ, അന ബൈത്തുൽ വഹ്ശ, അന ബൈത്തുൽ വഹ്ദ. ഞാൻ അക്രമത്തിൻ്റെ വീടാൻ, ഇരുളിൻ്റെ വീടാൻ, ഒറ്റക്കാകുന്ന വീടാൻ, ഞാൻ പേടിപ്പെടുത്തുന്ന വീടാൻ, പുഴുക്കൾ നിറഞ്ഞ വീടാണ് എന്ന് ഓരോ ദിവസം ഖബർ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് നമുക്കത് കേൾക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കേണ്ടതാണല്ലോ. ആ സമയത്ത് ഞാൻ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള വെറുതെ ഒരു ചിന്ത ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. അംബിയാക്കളെ പറ്റി പറയുക, അതുപോലെ തന്നെ ഔലിയാക്കളെ പറ്റി, സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയുകയും അവരെ പറ്റി പറയുന്നത് കേൾക്കുകയും അവരോടൊപ്പം എനിക്കും ആവാൻ സാധിക്കണം എന്ന ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ പ്രതിഫലമാണ്. നമ്മളിപ്പോൾ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ഒക്കെ ചരിത്രം കേൾക്കുമല്ലോ. ആ ചരിത്രം കേൾക്കുന്ന സമയത്ത് അള്ളാഹുവേ എനിക്കും ഇവരെ പോലെയൊക്കെ വലിയ മഹത്വമുള്ളവരായി മാറണം, അല്ലെങ്കിൽ എനിക്കും ഇവർ ചെയ്ത ഈ ഒരു വലിയ കൂലി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കും ഇവരോടൊപ്പം സ്വർഗത്തിൽ കടക്കണം എന്നൊക്കെ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മഹത്തുക്കളായ മുൻഗാമികളായ ആളുകളെ പറ്റി, ആ അമ്പിയാക്കന്മാരെ പറ്റി, ഔലിയാക്കന്മാരെ പറ്റി, സ്വാലിഹ്യങ്ങളെ പറ്റിയൊക്കെ വെറുതെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുകയാണ്. അപ്പോൾ 5 കാര്യം ഇതൊക്കെ 5 കാര്യം വെറുതെ ഓർത്താൽ മതി. ഒരു പൈസ മുടക്കൂല, വെറുതെ ഓർത്താൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കൂലി കിട്ടുമെന്നാണ്. ഇനി നമ്മൾ പറയാൻ പോകും നമ്മുടെ ഇന്നത്തെ ഈ വിഷയത്തിൽ ഒരു 3 ദുആ പറഞ്ഞു തരാം. 3 ദുആ. എന്തിനായി 3 ദുആ? നമ്മുടെ ആഖിറവും ദുനിയാവും ഒക്കെ വിജയിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തേത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആയാണ്, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു ദുആ, اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. എന്ന് പറഞ്ഞേ, അല്ലാഹുവേ ജഅൽ നീയാക്കണേ ആഖിറ കലാമിന ഞങ്ങളുടെ സംസാരത്തിൻ്റെ അവസാനം ഇൻദൽ മൗതി മരണസമയത്ത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കണം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഈ ഒരു ദുആ നമ്മൾ നിത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞു, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്ന ദുആയാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ ഒരു ദുആ നമ്മൾ അധികരിപ്പിക്കണേ. കാരണം ഒരു മനുഷ്യൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം അല്ലാഹുവിനോട് പറയും, റബ്ബേ എന്നിൽ നിന്നും അവനെ നീ അകറ്റണമേ. നരകം തന്നെ നമ്മളെ ആ നരകത്തിലേക്ക് കടത്തരുതേ എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. മൂന്നാമത്തേത് ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഈ ദുആയി നമ്മൾ അല്ലാഹുവേ ഖബറിൻ്റെ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ദുആ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നിത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.